പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓശാന തിരുനാളിൻ്റെ തലേ സായാഹ്നത്തിൽ നമ്മൾ ഓശാന തിരുനാളിന് അല്ലെങ്കിൽ യേശുവിനെ ജെറൂസലേമിലേക്ക് സാഘോഷം സ്വീകരിച്ച വലിയ ജനതയെ സ്വാധീനിച്ചതും അവരെ അത്ഭുതപ്പെടുത്തിയതുമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ലാസറിനെ ഈശോ ഉയർപ്പിക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ലാസർ. ലാസറിന് 2 സഹോദരിമാരുണ്ട്, മർത്ത, മറിയം. ബഥാനിയ എന്ന് പറയുന്ന ഈ സ്ഥലം യേശുവിന് വളരെ സുപരിചിതമാണ്, ശിഷ്യന്മാർക്കും അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ മർത്തായുടെയും മറിയയുടെയും അതുപോലെ തന്നെ ലാസറിൻ്റെയും ഗ്രാമമായ ബഥാനിയയിലേക്ക് ഈശോ കടന്നു വരാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലാസർ രോഗബാധിതനായി. അപ്പം ലാസർ രോഗബാധിതനായപ്പോൾ ഈ സഹോദരിമാർ ഒരു ദൂതനെ അയച്ചു. കർത്താവ്, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, ഇത്രയും പറഞ്ഞാൽ മതി എന്നാണ് അവർ കരുതിയത്. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അപ്പോൾ ഈശോ ഓടി വരുമെന്നാണ് അവർ കരുതിയത്. യേശു ഓടി വന്നില്ല എന്ന് മാത്രമല്ല, ലാസർ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ലാസറിൻ്റെ ഈ മരണം കഴിഞ്ഞതിന് ശേഷം യേശു ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മർത്ത യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി തിടുക്കത്തിൽ ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ ബൈബിൾ നമ്മൾ വായിക്കുകയാണ്, 20-ാം വചനത്തിൽ, യോഹന്നാൻ 11:20, യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു, എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു ചെറിയ പരിഭവം പ്രകടിപ്പിച്ചതാണ്. മർത്ത യേശുവിനെ കണ്ട ഉടനെ വളരെയേറെ വേദനിച്ചിട്ട് ഒരു പരാതി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൾക്ക് യേശു അവിടെ വരാത്തതിലുള്ള ഒരു പരിഭവം, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു സന്ദേശം അതിനുശേഷം മർത്ത പറയുന്നുണ്ട്. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്ക് അറിയാം. യേശു ഒരു ദൈവമാണെന്നോ അല്ലെങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, മാനവ പാപ പരിഹാര ബലി അർപ്പിക്കാനുള്ളവനാണെന്നും മർത്തായ്ക്കോ മറിയത്തിനോ അന്ന് ജീവിച്ചിരുന്ന ആർക്കെങ്കിലും അറിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിയം ഓരോ കാര്യങ്ങളും, യേശുവിൻ്റെ അമ്മയായ മറിയം തന്നെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ചും യേശുവിനോടൊപ്പമുള്ള വാസത്തിൻ്റെ ഫലമായും വെളിപ്പെട്ട് കിട്ടിയതനുസരിച്ചാണ് അറിഞ്ഞു വന്നത്. അപ്പോസ്തലന്മാർ തന്നെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല. പിന്നെ പന്തക്കോസ്ത അനുഭവത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് ഇവരെ പഠിപ്പിച്ചതും ഇവർ ജ്ഞാനികളായി മാറിയതും യേശു ദൈവമാണെന്ന് ഉറക്കെ ഉദ്ഘോഷിക്കാൻ ആരംഭിച്ചതും. ആ അർത്ഥത്തിൽ നോക്കിയാൽ മർത്തായ്ക്കും മറിയത്തിനും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള കാര്യമായ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം. എന്നാലും ദൈവപുരുഷനാണെന്നോ ഒരു പ്രവാചകനാണെന്നോ അത്ഭുത പ്രവർത്തകനാണെന്നോ ഉള്ള അറിവും പിന്നെ യേശുവിലുള്ള ദൈവികതയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ദൈവിക ചൈതന്യ നിറവിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നിരിക്കുക. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മർത്ത പറയുന്നത്, നീ ചോദിക്കുന്ന എന്തും ദൈവം തരും. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം ലാസർ മരിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്ന ലാസറിനെ ഗ്രാമത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ സ്വീകരിച്ച മർത്തായുടെ മുമ്പിൽ ഈശോ ഒരു വലിയ സത്യം വെളിപ്പെടുത്തി, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യഹൂദരുടെ ഇടയിൽ, എല്ലാ ഗ്രൂപ്പിൻ്റെ ഇടയിലും പ്രാബല്യത്തിലില്ലാത്ത ഒരു ചിന്ത, ഒരു സത്യമായിട്ടുള്ള അറിവ് മർത്തായുടെ ഉള്ളിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ആ പൊതുവിശ്വാസത്തിൻ്റെ ഒരു അല്പം അവൾ അവിടെ പ്രകടമാക്കി. ഇപ്പം ഈശോ പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ലാസറിൻ്റെ മരണം മനുഷ്യദൃഷ്ടിയിൽ, മനുഷ്യബുദ്ധിയിൽ ഒരു വലിയ ദുരന്തമാണ്. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില ദുരാനുഭവങ്ങൾ, ചില ദുരന്തങ്ങൾ, ചിലപ്പോൾ ചിലരുടെ മരണം പോലും
ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള മരണമാണെങ്കിൽ അതുപോലും ഏതോ ഒരു ദൈവിക മേഖലയിലേക്കും ദൈവകൃപയുടെ സ്വീകരണത്തിലേക്കും പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലേക്കും നമ്മെ നയിക്കുവാനായി ദൈവം അനുവദിക്കുന്നതാകാം. ലാസർ രോഗിയാണെന്ന് കേട്ടപ്പോൾ ഈശോയ്ക്ക് വന്ന് സുഖപ്പെടുത്താമായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല? ലാസറിനെ വന്ന് ഈശോ സുഖപ്പെടുത്തിയെങ്കിൽ ഈശോ പ്രവർത്തിച്ച മറ്റനേകം രോഗശാന്തികളിൽ ഒരു ചെറിയ രോഗശാന്തിയായിട്ട് അവിടെ നിൽക്കും. ലാസർ മരണാസന്നനായി ഈശോവിനെ ഉയർപ്പിച്ചു. ഒരു പക്ഷേ തളർവാദ രോഗിയെ, കുഷ്ഠരോഗിയെ, ജന്മന അന്ധനായവനെ, അല്ലെങ്കിൽ ചെകിടനെ, അങ്ങനെയൊക്കെയുള്ളവരെ, അല്ലെങ്കിൽ കൂനുള്ളയാളെ സുഖപ്പെടുത്തിയ രോഗശാന്തികളുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരു രോഗശാന്തിയായിട്ടോ അല്പം താഴ്ന്ന രോഗശാന്തിയായിട്ടോ മാത്രമേ ലോകമറിയുമായിരുന്നുള്ളൂ. മാത്രമല്ല അത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതത്തിനോ യേശുവിലേക്കുള്ള ആകർഷണത്തിനോ കാരണമാകില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മഹാപദ്ധതിയിൽ ലാസറിൻ്റെ മരണമെന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഒരു മഹാത്ഭുത പ്രവർത്തനത്തിനുള്ളൊരു വേദിയാക്കി മാറ്റുവാൻ ദൈവം തിരുവുള്ളമായി. അതുകൊണ്ട് അവൻ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ സഹോദരിമാരുടെ ആഗ്രഹം യേശു വന്ന് അവനെ സുഖപ്പെടുത്തണമെന്നാണെന്നുള്ള ഇത് പ്രകടമാക്കി കഴിഞ്ഞിട്ട് പോലും ഈശോ സമയത്ത് വന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരുടെ ഈശോ ആ കാര്യമൊക്കെ പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈശോ ഈ മരിച്ച വീട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മർത്തായുടെ മുമ്പിൽ ഒരു വലിയ സത്യം പ്രകടമാക്കുകയാണ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസറിൻ്റെ മരണം മനുഷ്യദൃഷ്ടിയിൽ ഒരു വലിയ ദുരന്തമാണ്, എല്ലാവർക്കും അറിയാതെ. കാരണം ലാസറിനെ ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ഈശോയെ ലാസർ സ്നേഹിച്ചിരുന്നു. ലാസറും സഹോദരിമാരും യേശുവിനെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്തിരുന്നവരാണ്. യേശുവിനെ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന യേശു യഹൂദ ജനതയുടെ അന്തകനായി വന്നവനാണെന്ന് പോലും ചിന്തിച്ചിരുന്ന അനേകം പേരുള്ള ഒരു സമൂഹത്തിൽ യേശുവിലുള്ള ദൈവികതയെ തിരിച്ചറിഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്. ആ കുടുംബത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ നിമിഷത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ലായ്മ തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ അസ്വീകാര്യമായൊരു സംഭവമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നമുക്കൊന്നും സുഗ്രാഹ്യമല്ലാത്ത, നമുക്കൊക്കെ അസ്പഷ്ടമായ, നമുക്കത്ര വ്യക്തതയില്ലാത്ത ചില മാർഗങ്ങളിലൂടെയുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മളവിടെ കാണുകയാണ്. ഒരു വലിയ സത്യം ഈശോ ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങളിലുള്ള ഈ ജീവൻ, അത് നിങ്ങൾ നിക്ഷേപിച്ചത് ഞാനാണ് എന്നതുപോലെ അത് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിവുണ്ട് എന്നതുപോലെ അത് നിങ്ങൾക്ക് തിരിച്ചു തരാനും എനിക്ക് കഴിവുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് ജീവൻ ലഭിച്ചത്? ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരം മാതാപിതാക്കളുടെ സഹായത്തോടെ ഉരുവാക്കപ്പെടുന്ന നിമിഷത്തിൽ ദൈവം നേരിട്ടൊരു ആത്മാവിനെ സൃഷ്ടിച്ച ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്ന മഹാസംഭവം, അത് മനുഷ്യർ അധികം ധ്യാനിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. മാതാപിതാക്കൾ ഉരുവാക്കുന്ന ഒരു ശരീരം മാത്രമാണെങ്കിൽ അതിന് ജീവനുണ്ടാകാനുള്ള കാരണം ഉൽപ്പത്തി 1:26 പ്രകാരം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്നുള്ള വചനത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള ശക്തിയിൽ ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന ഒരു ആത്മാവിനെ ഈ ജഡത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ജീവൻ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. കാരണം ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ലഭിച്ച ജീവനാണത്. ഈ ജീവൻ തിരിച്ചെടുക്കാനും ദൈവത്തിന് പറ്റും. ജീവദാതാവ് ദൈവമാണ്, അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും ദൈവത്തിനുണ്ട്. എന്നാൽ ആ തിരിച്ചെടുത്ത ജീവൻ വീണ്ടും തിരിച്ചു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും ദൈവപുത്രനായ യേശുവിലൂടെ ഇതാ വെളിപ്പെടുത്തപ്പെടാൻ പോകുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് ജീവനും പുനരുത്ഥാനവും, എന്നെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും. ഇപ്പോൾ മരിച്ചുപോയ നിങ്ങളുടെ സഹോദരനായ ലാസറിൻ്റെ ശരീരത്തിന് ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ചീഞ്ഞുകിടക്കുന്ന ഈ ശരീരത്തിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കാൻ ദൈവം ഇടപെടുമ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു സഹായവും സഹകരണവും ദൈവം പ്രതീക്ഷിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? അവരും ഈ ജീവനിൽ പങ്കാളികളാകാൻ വേണ്ടി. അതായത് ലാസറിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ലാസറിനും ദൈവത്തിനും മാത്രം വിലപ്പെട്ടതല്ല.
ആ ജീവൻ വേറെ ചിലരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് എല്ലാവർക്കും വിലപ്പെട്ടതുമാണ്. ഇവിടെയാണ് മനുഷ്യജീവനെ തൊട്ട് കളിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഭ്രൂണഹത്യ പാപമാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഏത് കാരണത്താലാണെങ്കിലും അമ്മയുടെ ഉദരത്തിലുണ്ടായ കുഞ്ഞിനെ കൊന്നുകളയരുതെന്ന് പറയുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഇതാണ്. ജീവദാതാവായ ദൈവത്തിന് ഒരു മനുഷ്യ പൈതൽ ജീവൻ കൊടുക്കുക എന്നുള്ള മഹാകർമ്മം ചെയ്യുന്ന ദൈവത്തിന് അതിനോട് സഹകരിക്കുന്ന കുറേ പേരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ഒരു കുഞ്ഞിന് ജീവൻ നൽകാൻ അപ്പനും അമ്മയും വേണം. ദൈവം ഒരു കുഞ്ഞിന് ഇതാ ഒരു കുഞ്ഞെന്നും പറഞ്ഞ് ലോകത്തിൽ അവതരിപ്പിച്ചതല്ല. അപ്പനും അമ്മയും ചേർന്ന് രൂപീകരിച്ച ആ ശരീരത്തിലേക്കാണ് ജീവനെ സന്നിവേശിപ്പിച്ചത്, ആത്മാവിനെ സന്നിവേശിപ്പിച്ചത്. അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ലാസറിൻ്റെ ശരീരത്തിലേക്ക് ഈ ജീവൻ വീണ്ടും തിരിച്ചു കൊടുക്കാൻ, ആത്മാവിനെ തിരിച്ചു നിക്ഷേപിക്കാനായി ദൈവം അവിടെ നിൽക്കുന്നവരുടെ സഹായവും സഹകരണവും അന്വേഷിക്കുകയാണ്. അത് കല്ലുരുട്ടി മാറ്റുക എന്ന് യോഹന്നാൻ 11:39 ഈശോ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കുന്ന ജോലിക്കാരോ യഹൂദരോ അല്ലെങ്കിൽ സഹായികളോ നാട്ടുകാരോ ചെയ്യേണ്ടതായിരിക്കാം, പെങ്ങന്മാർ ചെയ്യാനുള്ള കാര്യമല്ല. പക്ഷേ ലാസറിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട പെങ്ങന്മാർ പോലും ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. കാരണം ഈ ചീഞ്ഞു കിടക്കുന്ന ലാസറിൻ്റെ ശരീരത്തിലേക്ക് ജീവൻ ഒഴുക്കി കൊടുക്കുമ്പോൾ ആ ജീവൻ ഒഴുകിപ്പോകുന്ന ആ മാർഗത്തിൽ നിൽക്കുന്നവരും ഈ ജീവൻ അങ്ങോട്ട് കൊണ്ടുചെല്ലാനായിട്ടുള്ള ഉപകരണങ്ങളായി മാറണം ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കൊച്ചിന് ശരീരത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടി അപ്പനെ അമ്മയെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചീഞ്ഞു കിടക്കുന്ന ലാസറിൻ്റെ ശരീരത്തിലേക്ക് ജീവനെ വീണ്ടും പ്രവേശിപ്പിക്കാനായി പെങ്ങന്മാരുടെ സഹായം ചോദിക്കുന്നു. അതുപോലെ അവിടെ നിൽക്കുന്ന മറ്റ് നാട്ടുകാരുടെ ജോലിക്കാരുടെ സഹായം ചോദിക്കുന്നു, കല്ലുരുട്ടി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇവിടെ ലാസറാണ് മരിച്ചിട്ട് വീണ്ടും ജീവിക്കേണ്ടത്. പക്ഷേ ലാസർ അങ്ങനെ ജീവിക്കണമെങ്കിൽ ലാസറിൻ്റെ കുടുംബത്തിലുള്ളവർ അതിനോട് സഹകരിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഈ ലോകത്തിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു ഇടവകയിൽ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു, ഒരു മേഖലാ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. അവിടെ അതിൻ്റെ ആത്മീയ പിതാക്കന്മാർ കുറച്ച് പേര് കാണും, വികാരിമാരും സംഘാടകരായ വൈദികരും. ആ നാട്ടിൽ സന്യാസ വൈദികർ കാണും, സന്യാസിനികൾ കാണും. പിന്നെ ഈ കൺവെൻഷൻ്റെ കമ്മിറ്റിയുണ്ട്, കൺവീനറുണ്ട്, പബ്ലിസിറ്റിയുടെ ചാർജുള്ളവരുണ്ട്, വേദി ഒരുക്കുന്നവരുണ്ട്, പന്തലും സ്റ്റേജും ഭക്ഷണം ഒരുക്കുന്നവരുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. സത്യത്തിൽ ഈ മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ വന്ന കർത്താവിനോട് സഹകരിച്ച കല്ലുരുട്ടി മാറ്റിയവരും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞ ലാസറിൻ്റെ സഹോദരിമാരും ഒക്കെ അടങ്ങുന്നവരുടെ അതേ ദൗത്യമല്ലേ ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നവരെല്ലാം കൂടി ചെയ്യുന്നത്. ഒരു വികാരിയച്ഛൻ ഒരു തിരുനാൾ ആഘോഷത്തിനായിട്ട് പൊതുയോഗം വിളിച്ചു കൂട്ടി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം കഥാപ്രസംഗം, നാടകം, ഗാനമേള തുടങ്ങിയ പണ്ടുകാലത്തെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇടവകക്കാരൊക്കെ ആകട്ടെ അച്ഛൻ്റെ ഈ നവീകരണ പരിപാടികളോട് ഒത്തും താല്പര്യമുള്ളവരുമായിരുന്നില്ല. അവിടെ പൊതുയോഗത്തിൽ അച്ഛൻ പറഞ്ഞു, ഇക്കൊല്ലം നമുക്ക് നാടകം, കഥാപ്രസംഗം, ഗാനമേള ഈ മൂന്നും ഒന്ന് മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും ആത്മീയമായൊരു കാര്യം ചെയ്താലോ. അപ്പോൾ ഇടവക പ്രമുഖൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കാര്യമാണ് തിരുനാൾ. അതിനപ്പുറത്ത് വേറെ ആത്മീയ കാര്യമൊന്നും അച്ഛൻ കൂട്ടിച്ചേർക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനൊരു ശാന്ത സ്വഭാവിയായതുകൊണ്ട് അച്ഛൻ പ്രതികരിച്ചൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ധ്യാനം ഇവിടെ സംഘടിപ്പിച്ചാലോ, ഇടവക്കാർക്കല്ല ആത്മീയ ഉണർവ് കിട്ടുന്നൊരു ധ്യാനം. അപ്പോൾ ഈ പ്രമുഖൻ വീണ്ടും എഴുന്നേറ്റെന്ന് അച്ഛന് ചോദ്യം ചെയ്തപ്പോൾ അതിലൊരു 3-4 പേര് അവരെഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇക്കൊല്ലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇടവകയിൽ ഒരു ധ്യാനം, കൺവെൻഷൻ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിനുള്ള ഒരുക്കം നടത്തി കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. ഇക്കൊല്ലം ഏതെങ്കിലും ഒരു ക്രൈസ്തവ തീമുള്ള ഒരു നാടകം നടത്താം. പെട്ടെന്ന് വികാരിയച്ഛൻ പറഞ്ഞു, അത് മതി. അങ്ങനെ ആ വർഷം ഏതൊരു ബൈബിൾ നാടകം നടത്തി. പക്ഷേ പൊതുവെ ജനങ്ങളെല്ലാവരും ബൈബിൾ നാടകം ആയതുകൊണ്ട് വലിയ താല്പര്യം കാണിച്ചില്ല.
ഒരു സാമൂഹ്യ നാടകമാണെങ്കിൽ ഉണ്ടാകുമായിരുന്ന തൃപ്തിയോ സന്തോഷമോ സ്വാഗതമോ അവിടെ നിന്നുണ്ടായില്ല. പക്ഷേ വികാരി അച്ഛനോട് ആ സജഷൻ പറഞ്ഞ ആ ചെറുപ്പക്കാർ പറഞ്ഞു, ഇവർക്ക് ഈ ജനത്തിൻ്റെ ഇത് മനസ്സിലാവില്ല. ഇപ്പം അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളായിട്ട് ഈ നാടിൻ്റെ പാരമ്പര്യമാണിത്, നാടകം, കഥാപ്രസംഗം, ഗാനമേള. അതുകൊണ്ട് നമുക്ക് ഇടവകയിലെ ആൾക്കാരെ പതുക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ എത്തിച്ച് ധ്യാനിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് ഈ സ്വരം ഉയരാനായിട്ട് ഇടവരുത്തണം. വികാരിച്ചൻ പറഞ്ഞു, ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് വരട്ടെ. എന്നിട്ട് വികാരി അച്ഛനും ആദ്യം ധ്യാനം കൂടിയവരെല്ലാവരും സിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് കൂടി. സിസ്റ്റേഴ്സിന് വലിയ താല്പര്യമില്ലായിരുന്നു നാടകവും പരിപാടിയോട്, ധ്യാനത്തോടും താല്പര്യമില്ലായിരുന്നു എങ്കിലും, കാരണം അവർക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ഇത് ഞാനൊരു 23 വർഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കൺവെൻഷനുകൾ ഇടവക തലത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് അത്ര സ്വീകാര്യമായ കാര്യമല്ല. അന്നൊക്കെ ഈ പോട്ട ഡിവൈൻ മിനിസ്ട്രി അങ്ങ് തുടങ്ങി വന്ന കാലത്ത് കൺവെൻഷനുകളൊക്കെ വലിയൊരു ആകർഷകമായ കാര്യമാണെങ്കിലും സാമ്പത്തികമായി പണച്ചെലവുള്ളതായതുകൊണ്ട് ഒത്തിരി പേർക്ക് ധൈര്യമില്ലായിരുന്നു. ഏതായാലും സിസ്റ്റേഴ്സിന് ആ കാര്യത്തിൽ യാതൊരു ഊഹമുണ്ടായിരുന്നില്ല, അവന് സപ്പോർട്ട് ചെയ്തില്ല, എങ്കിലും എതിര് നിന്നില്ല. എന്തിനു പറയുന്നു, ഒരു വർഷത്തിനുള്ളിൽ വികാരി അച്ഛൻ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചു, ഈ ഇടവക്കാർ പലരും ധ്യാനിപ്പിച്ചു. അങ്ങനെ ഒരു 100-200ഓളം പേരെ ഇടവകയെ ധ്യാനം കൂടിയവരുണ്ടായി. അവരെല്ലാവരും കൂടെ പൊതുയോഗത്തിൽ സന്നിഹിതമായി. അവർ ഭൂരിഭാഗം പേരും പറഞ്ഞതനുസരിച്ചാണ് അവിടെ കൺവെൻഷൻ സംഘടിപ്പിക്കുക. നാക്യംപുറവച്ചൻ ആ കൺവെൻഷൻ ലീഡ് ചെയ്തു. ഞാനും അതിന് പോയിരുന്നു. അവിടെ വെച്ച് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഒരു 10-50ഓളം പ്രധാനപ്പെട്ട രോഗശാന്തികളുണ്ടായി. സാധാരണ രോഗശാന്തികൾ ഒരു 10-500 ഉണ്ടായി. അയൽവക്കത്തുള്ള ഇടവകയിൽ ആൾക്കാർ വലുതായിട്ട് ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരു 10-30,000 പേര് അവസാനം സ്ഥലം കിട്ടാതെ വന്നു. ഒരു 10-30,000ഓളം പേര് ഇത് പല ദിവസങ്ങളായിട്ട് അവിടെ ധ്യാനിച്ച് കടന്നുപോയി. ചിലർക്ക് ഒരു ദിവസം വന്നു, ചിലർ 5 ദിവസം വന്നു. ഇത് കഴിഞ്ഞപ്പോൾ ആ വികാരി അച്ഛൻ പിന്നീട് പോട്ടയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതാണ്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ദൈവിക ജീവൻ ഇവർക്ക് ലഭിക്കാൻ വേണ്ടി എത്രമാത്രം ആരോപണങ്ങൾ കേട്ടു, എത്രമാത്രം എതിർപ്പുകൾ നേരിട്ടു. പക്ഷെ എൻ്റെ ഉള്ളിലൊരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ഇവർക്ക് ജീവൻ കൊടുക്കണം. അത് ലോകത്തിൻ്റേതായിട്ടുള്ള കുറേ സന്തോഷം, ജഡത്തിൻ്റെ സുഖമതല്ല. തിരുനാളാഘോഷങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മേഖല ഈ ഭാഗ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി ഒതുങ്ങരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു ആത്മീയ നവോത്ഥാനത്തിനായിട്ട് മുന്നിറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞ വികാരി അച്ഛനും ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഇടവക്കാർക്കൊരു സത്യം മനസ്സിലായി. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ജീവൻ ഈ ലോകത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ അനേകം മനുഷ്യ മക്കൾ, ദൈവത്തിൻ്റെ ദാസരുടെ സഹായം വേണം. മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ ദിവ്യ പദ്ധതി വിജയിക്കണമെങ്കിൽ, ലാസറിൻ്റെ ഈ ശരീരത്തിലേക്ക് വീണ്ടും ജീവൻ അയച്ചു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കണമെങ്കിൽ അതിന് ഉപകരണങ്ങൾ കുറച്ച് വേണമെന്ന് ദൈവം ആഗ്രഹിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സത്യമല്ലേ? മരിച്ച ലാസറിൻ്റെ സഹോദരിമാരുടെ സഹായം വേണം, കല്ലുരുട്ടി മാറ്റാൻ ആൾക്കാർ വേണം. അപ്പോൾ നമ്മളൊന്ന് ധ്യാനപൂർവ്വം ചിന്തിച്ചു നോക്കുക. ഈ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലൂടെ യഹൂദ ജനതയ്ക്കിടയിൽ മുഴുവനും യേശുവിലേക്ക് ഒരു നോട്ടം, യേശുവിലേക്കൊരു ശ്രദ്ധ, യേശു ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ള ചിന്തയെങ്കിലും ഉണർത്താൻ ഇടവന്നു. അനേകം പേര് ഓശാന ഞായറാഴ്ച യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി യേശുവിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അതിൻ്റെ ഉള്ള കാരണം എന്താണ്? യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി അങ്ങനെ ജെറൂസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് അതിലൂടെ കടന്നു വരുമ്പോൾ ആ യേശുവിനെ സഹർഷം സ്വാഗതം ചെയ്യാനുള്ള ഒരു കാരണം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ഫലം അനുഭവിച്ച അനേകം നല്ല മനുഷ്യരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത പ്രചരിച്ചപ്പോൾ തീർത്ഥാടകരായി വന്ന യഹൂദ ജനത, തീർത്ഥാടകരായി അവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് യഹൂദ ജനതയിൽ കുറേ പേര് യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ചിലപ്പോൾ ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറുന്ന സഖേവുസിനെ പോലെ വെറുതെ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം യേശുവിൻ്റെ തിരുമൊഴിയാൽ നവീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് യേശുവിൻ്റെ ദാസരോ ശിഷ്യരുമായി മാറുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ദൈവിക ശുശ്രൂഷയിലൂടെയും എവിടെയൊക്കെയോ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കെല്ലാം വ്യക്തമല്ല. ഒരു വാഹനാപകടം ഉണ്ടായി, വാഹനം പുഴയിലേക്ക് മറിഞ്ഞതാണ്. അപ്പോൾ ഒരു 100 കണക്കിന് ആൾക്കാർ ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഒരു 1000-ഓളമായി. വരുന്നവരുടെ എല്ലാം പ്രധാനപ്പെട്ട വിനോദം രക്ഷാസേനയോ പോലീസോ
ഫയർഫോഴ്സും ആരാണ്ടെല്ലാം വെള്ളത്തിലിറങ്ങി ഈ വെള്ളത്തിൽ പോയ ശരീരത്തെ പൊക്കിയെടുക്കാനുള്ള സംരംഭം കരയ്ക്ക് നിന്നുകൊണ്ട് മൊബൈൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വല്ലാതെ വേദന ചുരുങ്ങുന്ന ഒരു സ്ത്രീ അടുത്തുനിന്നൊരു സ്ത്രീയോട് പറഞ്ഞു, കഷ്ടമുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ വെള്ളത്തിലിറങ്ങാൻ നമുക്ക് പറ്റില്ല. ഈ മൊബൈൽ ക്യാമറയിൽ പിടിക്കാൻ നിൽക്കുന്ന ഇവരെല്ലാം എന്ത് ലക്ഷ്യത്തിലാണ് നിൽക്കുക? പ്രിയപ്പെട്ടവരെ, ഇവർ അടുത്ത സ്ത്രീയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാറി നിന്നൊരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നോട്ട് അവർക്ക് ശരീരമൊക്കെ വിറയ്ക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ചോണ്ട് അവരൊന്ന് കൊന്തയിലിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ 10-15 പേര് അവരുടെ കൂടെ കൊന്തയെല്ലാം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ 10-15 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഒരു 500, 600, 1000 പേര് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ മൊബൈൽ ക്യാമറ പിടിച്ചവരും വെറുതെ കാണാൻ നിൽക്കുന്നവരും. ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയ വ്യക്തികളെ പൊക്കിയെടുക്കാനുള്ള ഫയർഫോഴ്സിൻ്റെ പരിശ്രമത്തിൽ അവരോടൊപ്പം സഹകരിക്കുന്ന ഒരു 10-25 നാട്ടുകാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അവരിലൊന്നും പെടാതെ നിർവികാരതയോടെ, നിസ്സംഗതയോടെ, ഒരു ക്യൂരിയോസിറ്റിയോടെ, ഒരുപക്ഷെ വെള്ളത്തിൽ പോയി എടുക്കുന്ന ആൾ വസ്ത്രത്തോടു കൂടിയാണ് വരിക എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോയി നിൽക്കുന്ന ഇന്ന് ഈ പുതിയ ഒരു സംസ്കാരം വന്നിരിക്കുക. മൊബൈൽ ക്യാമറ വന്നതോടുകൂടി ഏത് അപകടം ഉണ്ടായാലും ദുരന്തം ഉണ്ടായാലും അവിടെ പോയി അത് മൊബൈലിൽ പകർത്താനായിട്ടുള്ള വ്യഗ്രതയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ആത്മീയതയോ ആത്മാർത്ഥതയോ സത്യസന്ധതയോ വിശുദ്ധിയോ ദൈവികതയോ ഉണ്ടോ? ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ. അത് തൻ്റെ മൊബൈലൊന്ന് പകർത്തി കിട്ടി എന്ത് തേടി? ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. എവിടെയൊന്നും ഞാൻ പറയുന്നില്ല. കാറ് ഒരു കുഴിയിലേക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. അതിൻ്റെ ഡോറിൻ്റെ ചില്ല് പൊട്ടി ഒരു സ്ത്രീയുടെ കാല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. 2 ചെറുപ്പക്കാർ പിള്ളേർ മൊബൈൽ പോയി ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷിക്കാനൊന്നും നടപടി എടുക്കുന്നില്ല. എന്നിട്ട് ഫോട്ടോയിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് ഞാൻ കണ്ടതായത്. അതായത് അവിടെ ദൈവിക ജീവൻ പ്രസരിപ്പിക്കാനോ ദൈവിക ജീവൻ സമ്മാനിക്കാനോ യാതൊരു തരത്തിലും സഹകരിക്കാതെ പിശാചിൻ്റെ ജീവനുമായി നിൽക്കുന്നവരല്ലേ അവർ? പിശാചിൻ്റെ ശക്തി പ്രകടനമായി നിൽക്കുന്നവരല്ലേ അവർ? ഇവിടെയാകട്ടെ പ്രിയപ്പെട്ടവരെ, ഈശോ വലിയൊരു സന്ദേശം നൽകുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന തൻ്റെ ദിവ്യകർമ്മത്തിൻ്റെ ഉപകരണങ്ങളായി, സാക്ഷികളായി, അതിൻ്റെ ചാലകങ്ങളായി, അതിൻ്റെ മാധ്യമങ്ങളായിട്ട് ഈ പെങ്ങന്മാരും മാറണം, അവിടെ നിൽക്കുന്ന യഹൂദരും മാറണം. കുറേ പേരൊക്കെ സംശയദൃഷ്ടിയോടെ ആയിരിക്കാം വന്ന് നിന്നത്. എന്നാൽ യേശുവിൻ്റെ ഈ പ്രവൃത്തിക്ക് ചില ഉപകരണങ്ങൾ വേണമായിരുന്നു. നമുക്കിന്നാകാൻ പറ്റില്ലേ? ഈ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ വേണ്ടി വികാരത്തോടെ സഹകരിച്ചവർ, അതിനുവേണ്ടി വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ, അതിനുവേണ്ടി വീടുകൾ തോറും നോട്ടീസ് കൊടുക്കാൻ പോയവർ, അവിടെ സിസ്റ്റേഴ്സ് എല്ലാ വീടുകളും പോയിട്ട് സിസ്റ്റേഴ്സും കുറേ പ്രേക്ഷകരും മാതൃസംഘക്കാരും വീടുകളെല്ലാം പോയി ആൾക്കാരെ നേരിട്ട് ക്ഷണിച്ച സംഭവമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അത് ഇത്രമാത്രം പബ്ലിസിറ്റി കൊടുക്കുന്ന പതിവൊന്നുമില്ല. ഫ്ലക്സിൻ്റെ കാലമല്ല. കുറച്ച് വാൾ പോസ്റ്റർ ഉണ്ടാകും, കുറച്ച് ബാനർ ഉണ്ടാകും. അതുള്ള കാലത്ത് പോലും അനേകം പേര്, അതൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ള പോലും ഇവർ വളരെയധികം പേര് ആത്മാർത്ഥമായി അധ്വാനിച്ചു. നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ നാട്ടിൽ ദൈവത്തിൻ്റെ ജീവൻ അനേകം പേർക്ക് കൊടുക്കാൻ വേണ്ടി, മരിച്ചു കിടക്കുന്ന, ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന ഉയർപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഉപകരണങ്ങളാകുന്ന കുറേ പേരെ വേണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത ഓരോരുത്തരും, ഇത് കേൾക്കുന്നവർ, ഇത് സംപ്രേഷണം ചെയ്യുന്ന ദിനത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, എന്നെക്കൊണ്ട് ദൈവത്തിൻ്റെ ജീവൻ ഈ ലോകത്തെ പ്രസരിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും എളുപ്പത്തിൽ ആരെയും ഭാരപ്പെടുത്താൻ ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അതിനേക്കാളും വലിയൊരു ശുശ്രൂഷയില്ല. ഇതാണ് ഒരുപക്ഷെ നമ്മൾ ചെയ്യാതിരിക്കുന്നു എന്ന ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതും. അധികം കായികമായി അധ്വാനിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ഓർക്കുക. നിരാലംബരായി കിടക്കുന്നവരോ അല്ലെങ്കിൽ നിസ്സഹായരായി കിടക്കുന്നവരോ അല്ലെങ്കിൽ ബെഡ് റിഡനായി കിടക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ളവരൊക്കെ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ ഉപകരണങ്ങളാവുകയാണ്. ഈശോ നമ്മെ വിളിക്കുന്നു ഉപകരണങ്ങളാകാൻ. ഈശോയുടെ ജീവൻ ഈ ലോകത്തിൽ പ്രസരിപ്പിക്കാനും മരിച്ചു കിടക്കുന്ന അനേകം പേര് ഉയർപ്പിക്കാനും ഈശോയ്ക്ക് നമ്മളെ വേണം. പ്രിയ ദൈവമക്കളെ, അതിനാൽ നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നിൻ്റെ പരിശുദ്ധ ജീവൻ നിർജീവ മേഖലകളിലേക്കും നിർജീവരായ വ്യക്തികളിലേക്കും പാപത്തിൻ്റെ ദംശനമേറ്റ് വിഷം നിറഞ്ഞ ശരീരവും ആത്മാവും മനസ്സുമായി കഴിയുന്ന വ്യക്തികളിലേക്കും പ്രസരിപ്പിക്കേണ്ടതിനായി, നിൻ്റെ പരിശുദ്ധ ജീവൻ അവരിൽ ഒഴുകിച്ചെന്നവർ ജീവൻ പ്രാപിക്കേണ്ടതിനായി ഞങ്ങളിത് അങ്ങയുടെ കരങ്ങളിൽ ഉപകരണങ്ങളാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ദിവ്യ ഉപകരണങ്ങളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗപീഠകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ.
ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി എല്ലാവരും മാറട്ടെ. എല്ലാവരുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അഭിഷേകം നിറയട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.